എല്ലാ കുട്ടികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേ ഡയഗ്രാംസ് വരയ്ക്കാൻ പഠിച്ചു. റേ ഡയഗ്രാംസ് വരച്ചുകൊണ്ട് ഒരു ലെൻസിൽ നിന്നും ഒരു പ്രത്യേക തലത്തിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഇമേജ്, പ്രതിബിംബം എവിടെയാണ് രൂപീകരിക്കപ്പെടുന്നത്, ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും അസൈൻമെൻറ്റ് ചെയ്തോ? എന്തായിരുന്നു അസൈൻമെൻറ്റ്? നമുക്കത് നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. ചിത്രത്തിൻ്റെ പകുതി ആണ് തന്നിട്ടുള്ളത്, അതായത് ഒരു റേ മാത്രമേ വരച്ചിട്ടുള്ളൂ, ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ MN എന്നത് ഒരു ലെൻസിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത് ഏത് തരം ലെൻസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MN ഇവിടെ ഒബ്ജക്റ്റിൽ നിന്നും, വസ്തുവിൽ നിന്നും ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി ഫോക്കസിലൂടെ കടന്നു പോവുകയാണ്. മുഖ്യാക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി ഫോക്കസിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ തീർച്ചയായും അത് ഏതൊരു ലെൻസായിരിക്കും നിങ്ങൾക്ക് പറയാമല്ലോ. ഏത് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് അപവർത്തനത്തിന് ശേഷം ഫോക്കസിൽ കൂടി കടന്നു പോകുന്നത്? അതെ, കോൺവെക്സ് ലെൻസിൽ അല്ലേ. കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളാണ് അപവർത്തനത്തിന് ശേഷം ഫോക്കസിൽ കൂടി കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഇനി പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട്. സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. വസ്തു എവിടെയാണ് വച്ചിരിക്കുന്നത്? 2Fനും Fനും ഇടയിലാണ്. അപ്പോൾ 2Fനും Fനും ഇടയിൽ വസ്തു വച്ചാൽ പ്രതിബിംബം എവിടെയായിരിക്കും രൂപപ്പെടുക? മറുവശത്ത് 2Fന് അപ്പുറമാണ് രൂപപ്പെടുക. അങ്ങനെ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. പ്രതിബിംബം വലിയ പ്രതിബിംബമായിരിക്കും, അതായത് വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമായിരിക്കും. മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. റിയൽ ഇമേജാണ്. അതുപോലെ തന്നെ ഇൻവെർട്ടഡ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. തലകീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും, തലകീഴായിട്ടുള്ള പ്രതിബിംബമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നൽകിയിരിക്കുന്ന രേഖാചിത്രം സയൻസ് ഡയറിയിൽ പകർത്തി പൂർത്തിയാക്കാനാണ്, കംപ്ലീറ്റ് ചെയ്യാനാണ്. റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു റേ വരച്ചിട്ടുണ്ട്, മറ്റൊരു റേ കൂടി, 2 റേകൾ വേണം അല്ലേ. ഇനി മറ്റൊരു റേ കൂടി നിങ്ങൾ വരച്ച് നോക്കൂ. ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്ന റേ. ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്ന റേക്ക് വ്യതിയാനം സംഭവിക്കുമോ? അപവർത്തനം സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് 2Fന് പുറകിലായി, 2Fന് അപ്പുറത്തായി നമുക്ക് ഇമേജ് കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ സ്ക്രീനിൽ കാണുന്ന ആ ചിത്രവും സ്ക്രീനിൽ കാണാൻ കഴിയും. ആ ചിത്രം പകർത്തി വരയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. സ്ക്രീനിൽ വീണ്ടും നിങ്ങൾക്കൊരു ചിത്രം കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ട്. സ്ക്രീനിലേക്ക് നോക്കൂ. എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് നോക്കൂ. ഒരു കോൺവെക്സ് ലെൻസാണ് അല്ലേ ചിത്രത്തിൽ കാണുന്നത്. ഒരു കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കോൺവെക്സ് ലെൻസിൽ നിന്നും 25 സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് 25 സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വച്ചിരിക്കുന്നു, ഒബ്ജക്റ്റ് വച്ചിരിക്കുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. ശരിയാണ്, 1 സെൻറ്റിമീറ്റർ ആണ് കാണുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇമേജ് എത്ര ഡിസ്റ്റൻസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ലെൻസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലത്തിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജ്, ആ ഇമേജിൻ്റെ ഹൈറ്റ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ശരിയാണ്, 4 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. അപ്പോൾ ലെൻസ് ഉപയോഗിച്ചുള്ള എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡിസ്റ്റൻസുകൾ നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും. അതായത് ലെൻസിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ലെൻസിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, ഇതൊക്കെ തന്നെ നമ്മൾ മെഷർ ചെയ്യേണ്ടി വരും. നമുക്ക് മെഷർ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ, അങ്ങനെ അളക്കേണ്ടി വരുമ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഒക്കെ തന്നെ മെഷർ ചെയ്യുന്നത്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ കുറിച്ചൊക്കെ കഴിഞ്ഞ യൂണിറ്റിൽ തന്നെ മിററുകൾ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുമ്പോൾ ഒറിജിനായി എടുക്കുന്നത് ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻറ്ററാണ്, അല്ലെങ്കിൽ പ്രകാശീയ കേന്ദ്രമാണ് ഒറിജിൻ അല്ലെങ്കിൽ മൂലബിന്ദുവായി കൺസിഡർ ചെയ്യുന്നത് ഓപ്റ്റിക് സെൻറ്ററാണ്. അതുപോലെ പ്രകാശരശ്മികൾ ഇടത്തു നിന്നും വലത്തോട്ട് സഞ്ചരിക്കുന്നതായാണ്
പരിഗണിച്ചിരിക്കുന്നത്. ലൈറ്റ് റേസ് ആർ അസ്യൂംഡ് ടു ട്രാവൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അങ്ങനെ പ്രകാശരശ്മികൾ ഇടത്തു നിന്ന് വലത്തോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ പ്രകാശരശ്മിയുടെ അതേ ഡിറക്ഷനിൽ മെഷർ ചെയ്യുന്ന അളവുകളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും. ഇതിന് ഓപ്പോസിറ്റായിട്ട്, അതായത് ലൈറ്റ് റേയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന അളവുകൾ നെഗറ്റീവായിരിക്കും. അതുപോലെ എക്സ് ആക്സിസിന് മുകളിലോട്ട് മെഷർ ചെയ്യുന്ന അളവുകൾ പോസിറ്റീവായും എക്സ് ആക്സിന് താഴോട്ട് മെഷർ ചെയ്യുന്ന അളവുകൾ നെഗറ്റീവായിട്ടുമാണ് അളക്കുന്നത്. നിങ്ങൾ മാത്സിൽ കോർഡിനേറ്റ് ജോമെട്രിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുകൂടി നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ മെഷർമെൻറ്റുകളുടെയും ചിഹ്നങ്ങൾ, സൈൻ ഏതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻസിഡൻറ്റ് റേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നതായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിൽ അളക്കുന്നതെല്ലാം പോസിറ്റീവായിട്ടാണ്, പോസിറ്റീവ് മെഷർമെൻറ്റ്സ് ആണ്. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതെല്ലാം നെഗറ്റീവ് മെഷർമെൻറ്റ്സ് ആണ്. അതുപോലെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആണ്, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലേക്ക് വീണ്ടും ചിത്രം നിരീക്ഷിക്കൂ. ഈ ചിത്രത്തിലെ അളവുകൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയുമോ? ഒന്ന് പറയൂ. അപ്പോൾ ഇവിടെ ലെൻസിൽ നിന്നും ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ലെൻസിൽ നിന്നും ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ യു. ഇവിടെ ലെൻസിൽ നിന്നും, ഈ കോൺവെക്സ് ലെൻസിൽ നിന്നും ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ സൈൻ ഏതായിരിക്കും? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് രേഖപ്പെടുത്തുകയാണെങ്കിൽ യുവിൻ്റെ സൈൻ ഏതായിരിക്കും? യു മെഷർ ചെയ്യേണ്ടത് ഓപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. ഓപ്റ്റിക് സെൻറ്ററാണ് ഒറിജിൻ. അങ്ങനെ ഓപ്റ്റിക് സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്യുന്ന അവസരത്തിൽ യു നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ യു നെഗറ്റീവാണ്. അപ്പോൾ -25 എന്ന് വേണം രേഖപ്പെടുത്തേണ്ടത്. -25, യു -25 ആണ്. ഇനി വി മെഷർ ചെയ്യുന്നതും ഓപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. ഓപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇൻസിഡൻറ്റ് റേയുടെ അതേ ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ വി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വിയുടെ വാല്യൂ +100 ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? എക്സ് ഡയറക്ഷനിൽ നിന്നും മുകളിലോട്ടാണ്. അങ്ങനെ എക്സ് ഡയറക്ഷനിൽ നിന്നും മുകളിലോട്ട് ഉള്ള മെഷർമെൻറ്റുകൾ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് +1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റോ? ഇമേജിൻ്റെ ഹൈറ്റ് അളക്കുന്നത്, ഇമേജിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് എക്സ് ഡയറക്ഷന് താഴോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇമേജിൻ്റെ ഹൈറ്റ് -4 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട അളവുകൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ച് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ മറ്റൊരു ചിത്രം ശ്രദ്ധിക്കൂ. സ്ക്രീനിലോട്ട് നോക്കൂ. ഈ ചിത്രവും നിങ്ങൾ വരച്ചിട്ടുള്ള ചിത്രം തന്നെയാണ്. അതായത് ഇവിടെ ഒബ്ജക്റ്റ് വച്ചിരിക്കുന്നത് എഫിനും ലെൻസിനും ഇടയിലാണ്, അല്ലേ? എഫിനും ലെൻസിനും ഇടയിലാണ്. കോൺവെക്സ് ലെൻസിനും അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലാണ് വസ്തുവിനെ വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓബ്ജക്റ്റിൻ്റെ അതേ ഡയറക്ഷനിൽ വിർച്വൽ ഇമേജാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് യുവും വിയും എഫും ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ച് രേഖപ്പെടുത്താൻ കഴിയുമോ? ഒന്ന് രേഖപ്പെടുത്തലുകൾ നടത്താമോ? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ സ്ക്രീനിൽ നോക്കിയ ശേഷം, ചിത്രം പരിശോധിച്ച ശേഷം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒന്ന് രേഖപ്പെടുത്തൂ. ഇവിടെ യു എത്ര സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്? എത്ര സെൻറ്റിമീറ്ററാണ്? ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തൂ. യു -5 സെൻറ്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസ് ആണല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് -5 സെൻറ്റിമീറ്റർ ആണ്. വി എത്രയാണ്? വിയുടെ വി തന്നിരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇവിടെ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് പറയുമ്പോൾ എത്രയെന്ന് പറയണം? -15. കണ്ടോ, നേരത്തെ നമ്മൾ കോൺവെക്സ് ലെൻസ് തന്നെയാണ്
പരിഗണിച്ചത് അവിടെ വി എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു കേസിൽ കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കേസിൽ വെൻ ദ ഓബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലെൻസ് വി ദ വാല്യൂ ഓഫ് വി ഈസ് നെഗറ്റീവ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഈ ഒരു കേസിൽ വിയുടെ വാല്യൂ നെഗറ്റീവാണ് വരുന്നത്. ഇനി എഫിൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. അതായത് കോൺവെക്സ് ലെൻസിൻ്റെ ഈ ഒരു കേസിൽ, അതായത് ഇവിടെ രൂപപ്പെടുന്ന ഇമേജ് വിർച്വൽ ഇമേജാണ്. ഇങ്ങനെ വിർച്വൽ ഇമേജ് വരുന്ന അവസരത്തിൽ വിയുടെ വാല്യൂ നെഗറ്റീവാണ് വരുന്നത്. എഫ് പഴയതുപോലെ തന്നെയാണ്, ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മെഷർമെൻറ്റ്സ്, ലെൻസിൽ നിന്നുള്ള ദൂരങ്ങൾ, ലെൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസുകൾ അളക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. അങ്ങനെയെങ്കിൽ കോൺകേവ് ലെൻസിൻ്റെ കാര്യം പരിശോധിക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ നിങ്ങൾ. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ ഒരു ചിത്രമാണ്, ഒരു റേ ഡയഗ്രാമാണ് നിങ്ങൾ കാണുന്നത്. അതിൽ നിന്നും കോൺകേവ് ലെൻസിൽ നിന്നുമുള്ള ഡിസ്റ്റൻസുകൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് രേഖപ്പെടുത്താമോ? യു എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? യു ഈസ് ഈക്വൽ ടു -15 സെൻറ്റിമീറ്റർ. എഫ് എത്രയായിരിക്കും? എഫ് ഈസ് ഈക്വൽ ടു -10 സെൻറ്റിമീറ്റർ. സൈൻ ഏതായിരിക്കും? നെഗറ്റീവ് തന്നെയാണ്, കാരണം ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ എഫ് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നെഗറ്റീവാണ്. വി എത്രയാണ്? വിയും നെഗറ്റീവാണ്, കാരണം ഇവിടെ കോൺകേവ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? വിർച്വൽ ഇമേജാണ്. ഓബ്ജക്റ്റ് വയ്ക്കുന്ന അതേ വശത്ത് തന്നെയാണ് ഇമേജും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ വാല്യൂസും യുവും വിയും എഫും നെഗറ്റീവ് വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ യുവിൻ്റെയും വിൻ്റെയും എഫിൻ്റെയും വാല്യൂസ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എങ്ങനെ രേഖപ്പെടുത്താമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ യുവും വിയും എഫും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഈസ് ദെയർ എ റിലേഷൻ ബിറ്റ്വീൻ യു, വി ആൻഡ് എഫ്? നമുക്ക് പരിശോധിക്കാം. യുവും വിയും എഫും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ഇവിടെ പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് മുൻപ് തന്നെ പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടെത്തിയിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്. അവിടെ തന്നെ നമ്മൾ കണ്ടെത്തിയതാണ് 10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്തുള്ള ഇതേ കോൺവെക്സ് ലെൻസാണ് ഇവിടെയും പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് മെഴുകുതിരിയാണ്. മെഴുകുതിരി കത്തിക്കാം. മെഴുകുതിരി നമ്മുടെ ലെൻസ് സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്തു. മെഴുകുതിരി ലെൻസിൽ നിന്നും 25 സെൻറ്റിമീറ്റർ അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. അതായത് ഈ ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻറ്ററിൽ നിന്നും 25 സെൻറ്റിമീറ്റർ അകലത്തിലാണ് വസ്തു വച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വസ്തു അല്ലെങ്കിൽ ഓബ്ജക്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ലെൻസിൽ നിന്ന് ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്ററാണ്. എന്നിട്ട് ഞാൻ സ്ക്രീൻ ഇതിൻ്റെ പുറകിൽ വച്ച ശേഷം പതുക്കെ നീക്കിക്കൊണ്ടുവരികയാണ്. നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. സ്ക്രീനിലേക്ക് നോക്കൂ. ഇമേജ് കിട്ടുന്നുണ്ടല്ലോ. ഫ്ലെയിം കാണാൻ പറ്റുന്നില്ലേ? ഫ്ലെയിം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഇമേജ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന ഒരു പൊസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുന്നുണ്ട്. ഇനി ഈ ലെൻസിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. ലെൻസിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. എനിക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്റ്റൻസ് 17 സെൻറ്റിമീറ്റർ ആണ്. 17 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതായത് ലെൻസിൽ നിന്നും മെഴുകുതിരിയിലേക്കുള്ള ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ അകലത്തിൽ ഓബ്ജക്റ്റ് വെച്ചപ്പോൾ കിട്ടിയ ഇമേജ് ലെൻസിൽ നിന്നും 17 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 5.8 പേജ് നമ്പർ 122 ആണ്. പേജ് നമ്പർ ടേബിൾ 5.8 അത് നോക്കൂ നിങ്ങൾ. അതിൽ യു രേഖപ്പെടുത്താനായിട്ടുള്ള കോളമുണ്ട്, അതുപോലെ വിയും രേഖപ്പെടുത്താനായിട്ടുള്ള കോളമുണ്ട്. അതിൽ നിങ്ങൾ ഈ രേഖപ്പെടുത്തലുകൾ നടത്തണം, റെക്കോർഡ് ചെയ്യേണ്ടതാണ്. യു 25 സെൻറ്റിമീറ്റർ ആണ്.
ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഈ യുവിൻ്റെ സൈൻ എന്തായിരിക്കും? കാരണം യു നമ്മൾ അളന്നത് ഈ ലെൻസിൽ നിന്നും മെഴുകുതിരിയിലേക്കാണ്. ലൈറ്റ് റേ വരുന്നത്, ലൈറ്റ് റേയുടെ പാത്ത് ശ്രദ്ധിക്കൂ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ലൈറ്റ് റേ വരുന്നത്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ലൈറ്റ് റേ വരുന്നു. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യു നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് -25 എന്നാണ്. യു -25 ആണ്. വി എത്രയായിരിക്കും? വി മെഷർ ചെയ്യുന്നത്, വി അളക്കുന്നത് ലെൻസിൽ നിന്നും സ്ക്രീനിലേക്കാണ്. നമുക്ക് കിട്ടുന്നത് 17 സെൻറ്റിമീറ്റർ ആണ്. അതായത് ലൈറ്റ് റേയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വി പോസിറ്റീവാണ്. അപ്പോൾ വി +17 ആണ്. പോസിറ്റീവ് വാല്യൂ ആണ്, +17 ആണ്. യു എന്ന് പറയുന്നത് -25 ആണ്. ഇനി ഈ മെഴുകുതിരി 30 സെൻറ്റിമീറ്ററിൽ വയ്ക്കുന്നു. 30 സെൻറ്റിമീറ്റർ. ഇമേജ് എവിടെ കിട്ടുന്നു നോക്കൂ. ഇമേജ് കിട്ടുന്ന പൊസിഷൻ നമുക്ക് അടയാളപ്പെടുത്താം. ഇമേജ് കിട്ടുന്നുണ്ട്. ഇമേജ് കിട്ടുന്നത് 16 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾ എഴുതണം യു 30 സെൻറ്റിമീറ്റർ, അതായത് -30 സെൻറ്റിമീറ്റർ ആണ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് യു നെഗറ്റീവാണ്, -30 സെൻറ്റിമീറ്റർ. വി 16 സെൻറ്റിമീറ്റർ ആണ്, +16 സെൻറ്റിമീറ്റർ. ഇനി മെഴുകുതിരി വീണ്ടും 35ലേക്ക് വയ്ക്കുന്നു. 35ലേക്ക് വയ്ക്കുന്നു. ഇമേജ് നമുക്ക് നോക്കാം. വളരെ ക്ലാരിറ്റി ഉള്ള ഇമേജ് എവിടെ കിട്ടുന്നുവെന്ന് നോക്കൂ. കണ്ടോ, ഇമേജ് കിട്ടുന്നുണ്ട്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. 15 സെൻറ്റിമീറ്റർ ആണ്. വി 15 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ യു -35 ആണ്, വി 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾ രേഖപ്പെടുത്തലുകൾ നടത്തിയല്ലോ. രേഖപ്പെടുത്തലുകൾ നടത്തി. അങ്ങനെയെങ്കിൽ അവസാനത്തെ കോളം ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. UV/U-V അതാണ് കണ്ടെത്തേണ്ടത്, അല്ല, UV/U-V. അപ്പോൾ എത്ര കിട്ടും? UV/U-V ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? സ്ക്രീനിലേക്ക് നോക്കൂ. നിങ്ങൾ സ്ക്രീനിലും ആ ടേബിൾ കാണാനായിട്ട് പറ്റും. സ്ക്രീനിൽ എത്രയാണ് കാണുന്നത് വാല്യൂ? സ്ക്രീനിൽ കിട്ടുന്ന വാല്യൂ എത്രയാണ്? യു -25ഉം വി 17ഉം ആയിരിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 10.11 ആണ്. യു -30യും വി 16ഉം ആയിരിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 10.43 ആണ്. യു -35ഉം വി 15ഉം +15ഉം ആയിരിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 10.5 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എല്ലാം ആവറേജ് എത്ര കിട്ടും? 10.34 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ നേരത്തെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് വഴി ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അതിന് അടുത്ത വാല്യൂ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ UV/U-V എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ, അല്ലെങ്കിൽ UV/U-V എന്ന കാൽക്കുലേഷനിലൂടെ നമ്മൾ കണ്ടെത്തിയത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്താണ്. അപ്പോൾ ഇതാണ് യുവും വിയും എഫും തമ്മിലുള്ള റിലേഷൻ. Then we can write it as F is equal to UV/U-V. F is equal to UV/U-V. പരീക്ഷണത്തിലൂടെ യുവും വിയും എഫും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചല്ലോ. എന്താണ് യുവും വിയും എഫും തമ്മിലുള്ള റിലേഷൻ? ഒരു ലെൻസിൻ്റെ യു, വി, എഫ് എന്നീ അളവുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവിടെ എഴുതാം. F is equal to UV/U-V. ഇതാണ് UV/U-V. അപ്പോൾ F is equal to UV/U-V ആണെങ്കിൽ അതിന് ഇങ്ങനെയും എഴുതാമല്ലോ. 1/F is equal to 1/V minus 1/U. ഇതാണ് ലെൻസ് സമവാക്യം. ഇതാണ് ലെൻസ് സമവാക്യം. ലെൻസ് സമവാക്യം അല്ലെങ്കിൽ ലെൻസ് ഫോർമുല. ലെൻസ് ഫോർമുല, ലെൻസ് സമവാക്യം അല്ലെങ്കിൽ ലെൻസ് ഫോർമുല. 1/F is equal to 1/V minus 1/U. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ലെൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിക്കാം. ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ലെൻസ് ഫോർമുല നിങ്ങൾ മനസ്സിലാക്കണം. 1/F is equal to 1/V minus 1/U ആണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്താണ്, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്താണ്. വി എന്ന് പറയുന്നത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസാണ്, ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസാണ്.
യു എന്ന് പറയുന്നത് ലെൻസിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാം. സ്ക്രീനിലേക്ക് നോക്കൂ, പ്രോബ്ലം ശ്രദ്ധിക്കൂ. എന്താണ് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ ഒരു വസ്തു വച്ചപ്പോൾ ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചുവെങ്കിൽ ലെൻസിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം കണക്കാക്കുക. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരം, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണ്. അതിന് മുന്നിൽ ഒരു വസ്തു വച്ചിരിക്കുന്നു. ഒരു ഓബ്ജക്റ്റിനെ ആ ലെൻസിന് മുന്നിൽ പ്ലേസ് ചെയ്തപ്പോൾ 10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്തുള്ള ലെൻസിന് മുന്നിൽ ഒരു ഓബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തപ്പോൾ 30 സെൻറ്റിമീറ്റർ അകലെയായി റിയൽ ഇമേജാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? റിയൽ ഇമേജാണ്, യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ റിയൽ ഇമേജാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഫോക്കൽ ലെങ്ത് എത്രയാണ്? ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റിയൽ ഇമേജാണ്, യഥാർത്ഥ പ്രതിബിംബമാണ് ലഭിക്കുന്നത്. യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്നത് ഏത് ലെൻസിലായിരിക്കും? ഏത് ലെൻസിലാണ് യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്നത്? ശരിയാണ്, കോൺവെക്സ് ലെൻസിലാണ് അല്ലേ? അപ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ന്യൂ കാർട്ടീഷ്യൻ ജന്യ രീതി അനുസരിച്ച് ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഇതിൻ്റെ സൈൻ ഏതായിരിക്കും? പോസിറ്റീവാണ് അല്ലേ? കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് 10 ആണ്. അതുപോലെ എത്ര അകലത്തിലാണ് പ്രതിബിംബം കിട്ടിയിരിക്കുന്നത്? ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ അകലെയാണ്. 30 സെൻറ്റിമീറ്റർ. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ വി ആണ്. ഇതിൻ്റെ സൈൻ എന്തായിരിക്കും? ഇതും പോസിറ്റീവാണ്, പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും അല്ലേ? പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. അപ്പോൾ ഫോക്കൽ ലെങ്തുമുണ്ട്, ഇമേജിലേക്കുള്ള ദൂരവുമുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെൻസിന് മുന്നിൽ എത്ര അകലത്തിലാണ് വസ്തു വച്ചിരിക്കുന്നത്. യു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. യു കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u അല്ലേ? ഇപ്പോൾ ഇവിടെ എഫ് തന്നിട്ടുണ്ട്. 1/10 ഈസ് ഈക്വൽ ടു 1/30 മൈനസ് 1/u അല്ലേ? 1/30 മൈനസ് 1/u. അപ്പോൾ മൈനസ് 1/uവിനെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 1/u ഈസ് ഈക്വൽ ടു 1/30 മൈനസ് 1/10 ചെയ്യാമല്ലോ. അപ്പോൾ 1/u ഈസ് ഈക്വൽ ടു 10 മൈനസ് 30 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 10. അങ്ങനെയെങ്കിൽ എങ്ങനെ കിട്ടും? 1/u ഈസ് ഈക്വൽ ടു 10 മൈനസ് 30 എത്രയാണ്? 20, -20 അല്ലേ? -20 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 10, 30 ഇൻറ്റു 10. ദെൻ u ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 30 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ -20. അപ്പോൾ u ഈസ് ഈക്വൽ ടു -15 ആണ്. -15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ കിട്ടിയല്ലോ, ലെൻസിൽ നിന്നും ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി -15 സെൻറ്റിമീറ്റർ. കണ്ട അവിടെ നെഗറ്റീവ് ആണ് വന്നത്, നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ച് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് യുവിൻ്റെ സൈൻ ഏതാണ്? നെഗറ്റീവ് ആണല്ലോ. ഇവിടെ നെഗറ്റീവ് വാല്യൂ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സ്ക്രീനിലേക്ക് നോക്കൂ, അടുത്ത പ്രോബ്ലം നോക്കൂ. ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് 40 സെൻറ്റിമീറ്റർ. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് kept at a distance of 30 centimeter from the lens, find out the distance to the image formed. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയായി ഒരു വസ്തു വച്ചാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിലേക്കുള്ള അകലം കണക്കാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇവിടെ കോൺകേവ് ലെൻസ് ആണ് അല്ലേ? കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ -40 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. u ഈസ് ഈക്വൽ ടു എത്രയാണ്? -30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് അത് -30 ആണ്. കണ്ടുപിടിക്കേണ്ട എന്താണ്? വി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? വി ഈസ് ഈക്വൽ ടു വി എന്താണ് കണ്ടുപിടിക്കണം നമുക്ക്.
നമ്മുടെ ലെൻസ് ഫോർമുലയാണ് നമ്മുടെ കയ്യിലുള്ളത്. 1/f = 1/v - 1/u ആണ്. അപ്പോൾ അതിൽ നിന്ന് v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? v കണ്ടുപിടിക്കണമെങ്കിൽ -1/u നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം, ഈ സൈഡിലേക്ക്. 1/f + 1/u = 1/v. 1/v = u + f divided by fu. Or we can write it as v = fu divided by u + f. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? v = uf divided by u + f. കണ്ടോ, v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയത് അല്ലേ. v = uf divided by u + f. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. v = uf divided by u + f. ഇവിടെ നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. v = uf. u എത്രയാണ്? -30 ഇൻറ്റു എഫ് എത്രയാണ്? -40 ഡിവൈഡഡ് ബൈ u -30 പ്ലസ് -40. Then we get v is equal to -30 into -40 divided by -30 -40. Then we get -30 into -40 divided by -70. നോക്കൂ, 0 0 ക്യാൻസൽ ആയി. Then we get positive 120 divided by -7. Then we get -120 divided by 7. 120 divided by 7 എത്ര കിട്ടും നമുക്ക് നോക്കാം. 120 divided by 7 നോക്കൂ, 1 7 5 50 അല്ലേ. എത്രയാണ്? 7 49 7 into 7 49 1.2 10 1 into 7 7. ആൻസർ എത്ര കിട്ടുന്നു? 17.1. അപ്പോൾ -120/7 ആയിരുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് -17.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ -17.1 സെൻറ്റിമീറ്റർ അകലെയാണ് ഇവിടെ ഓബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് വരുന്നതിന് വേണ്ടി ഒരു അസൈൻമെൻ്റ് ഉണ്ട്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 30 സെൻറ്റിമീറ്റർ അകലെ വസ്തു വച്ചപ്പോൾ ലെൻസിൽ നിന്നും 60 സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്ര? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും 30 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ ആണ്. ഇമേജ് കിട്ടിയത് 60 സെൻറ്റിമീറ്റർ അകലെയാണ്. അങ്ങനെയെങ്കിൽ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവർക്കും ചെയ്യാമല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തിക്കൊണ്ടുവരണം. മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.